അയ്യോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ആൾ ഇമ്പോസ്റ്റർ ആയത്. സന്തോഷമായി. സരക്കണ്ണ എടുത്തായിരുന്ന പിന്നെ സീനില്ല. സരക്കണ്ണ സംഭവം പറ്റു മാത്രമേ ഉള്ളൂ. ലൈറ്റില് വരെ കൃത്രിമം. ഓടി കമ്മ്യൂണിക്കേഷനില് മറ്റേ ഡൗൺലോഡിന്റെ അവിടെ കിടക്കണം. ഞാൻ പറഞ്ഞുതരാം. റാസീനെ കണ്ടായിരുന്നു, വെസ്റ്റാച്ചുവിനെ കണ്ടായിരുന്നു, അധീരനെ കണ്ടത് ഓറഞ്ചിൽ നിന്നപ്പോഴല്ലേ. ഞാനിപ്പോ ഞാൻ ഇന്ന് എവിടെ അറിയാവോ, മറ്റേ മെയിൻ ഇതില്ലേ മറ്റേ ബസ് അടിക്കണം, അതിന്റെ അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് പോകണം, അപ്പുറത്തിലോട്ട് പോകണം. സൗത്ത് ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഇലക്ട്രിക്കല് ഇതിന് മുമ്പാണ്, ഇതിന് കുറെ മുമ്പാ ഇലക്ട്രിക്കല് നമ്മള് സപ്പോർട്ടേജ് ചെയ്യുമ്പോ ഇത് സെറ്റ് ആക്കൂലേ, കറണ്ട് സെറ്റ് ആക്കൂലേ, അവിടെ പയ്യൻ കുറച്ചേരം നിക്കുന്നു ഞാൻ നോക്കിയപ്പോ. പക്ഷെ ഈ റൗണ്ടില് അവനാണെന്ന് തോന്നില്ല, കാരണം അവൻ ഈ റൗണ്ടില് മറ്റേ കാരണം അവൻ ഇവിടെ മറ്റേ മെഡ് ബേ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവൻ അവിടെ വന്നിട്ട് അവിടെ അത് വിട്. പക്ഷെ ഞാൻ പറഞ്ഞതല്ലേ, ഇവൻ ടാസ്ക് ഒരുമാതിരി അവിടെ ചെന്ന് അഭിനയിച്ചതാണോ എന്നാണ് എനിക്ക് വോട്ട് ചെയ്തത്. ഒരു മിനിറ്റ്, മൂഡേഴ്സ് എങ്ങനെ വെപ്പൺസിലോട്ട് വന്നേ? മൂഡേഴ്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. സക്കീർ എവിടെയായിരുന്നു?
സക്കീർ അണ്ണ സക്കീറിന്റെ ദിവസം പറഞ്ഞു സക്കീർ അണ്ണ എല്ലായിടത്തും വന്ന് ഇങ്ങനെ എത്തി നോക്കിട്ട് പോയി പക്ഷെ ടാസ്ക് ചെയ്തില്ല അണ്ണ എല്ലായിടത്തും അണ്ണ ഓറ്റുപോയി വന്ന് എത്തി നോക്കിട്ട് പോയി അതിന് മുമ്പ് എടാ സക്കീറിനെ ബോബോനെ ജപ്പാൻ ബോസിനെ നീ കളെ കണ്ടിട്ടേ ഇല്ല. അല്ലല്ല ജപ്പാൻ ബോസ് ടാസ്ക് ചെയ്തായിരുന്നു എന്തൊക്കെ ടാസ്ക് എന്തായിരിക്കണമെന്ന് പറഞ്ഞാണ് 3 കളിയല്ലേ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ടാസ്ക് ഏതൊക്കെയാണ്. അത് ഇന്റെ അല്ലടാ കോച്ചിന്റെ അത് அந்த குப்பையெல்லாம் ஃப்ளஷ் அவுட் பண்ணுமே அது பண்ணிட்டு இருந்தேன். സ്കിപ്പിയുടെ ഇല്ലെങ്കിൽ ഇപ്പൊ പോയേനെ ജപ്പാൻ ബോസ് അല്ലെങ്കിൽ മൂടെ ചിപ്പ് ഒരാള് പോയേനെ. അത് ബെസ്റ്റ് ടച്ചും 11 കൊടുത്തത്. അല്ല സൗത്ത് പിട്ടില്ല ചോദിച്ചിട്ടൊന്നും. சவுத் பேர் என்ன? ബെസ്റ്റ് ചച്ചു. Need to wait. Tata. Something else. എടാ നീ പൊട്ടനാണോ കണ്ണാപ്പി ഷെയർ ചെയ്തിരുന്ന് കളിക്കണത്? എടേ ഞാൻ നോക്കുമ്പോഴേ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവണ. അളിയ നീ സ്ക്രീൻ ഷെയറാ? ആ ഓക്കെ. കണ്ണാപ്പിനെ ക്ലിയർ ചെയ്തു. ഞാൻ കോച്ച് പിന്നെ വേറെ 2 പേര്, അതായത് ഞാനും കോച്ച് അകത്ത് നിന്ന് വെളി വന്ന സമയത്താണ് ബോഡി കണ്ടത്. പക്ഷെ അവിടെ ബോഡി എവിടെയാദ്യം പറയട്ടെ. ബോഡി ഇലക്ട്രിക്കിന്റെ ഇപ്പുറത്ത് നടന്നു നീ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട് അതിന് മുമ്പ് ആരോ എന്നോട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല ഇത് സംഭവം ഇപ്പം റീസെന്റ് കില്ലാണ്. കാരണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കറണ്ട് പോണതിന് മുമ്പ് ഇല്ല കറണ്ട് പോണതിന് മുമ്പ് നമ്മള് മറ്റേ ഇതുണ്ടായിരുന്നില്ല ഇലക്ട്രിക്കലിന്റെ അകത്ത് ഞാനും നമ്മളൊരു 4-5 പേര് ആരൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം കണ്ണാപ്പിയോടെ ഉണ്ടായിരുന്നു. അന്നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റോറേജിന്റെ അവിടെ നേരെ ഷീൽഡ്സിന് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഞാൻ ഇപ്പൊ കറണ്ട് പോയിട്ട് ശരിയാക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഈ ബോഡി കിടക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ വിപ്സി നീ എവിടെ നിന്നാണ് വന്നത്? ഞാൻ അഡ്മിൻ. എന്നിട്ട് നീ ബോഡി കണ്ടില്ലായിരുന്നു വന്ന സമയത്ത്? ഇല്ല, കറണ്ടില്ലായിരുന്നല്ലോ. ബോഡി വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട് കാണിക്കേണ്ടതാണല്ലോ. എന്നാ കാണിച്ചില്ല. ബോഡി എവിടെ കറക്റ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറേജ് ഇല്ലാടാ. സ്റ്റോറേജിന്റെ അവിടെ തൊട്ട് നമ്മള് ഇതിലോട്ട് കയറുന്ന എൻട്രിയിലാണ്, മനസ്സിലായി? അപ്പം നോർമലി നമ്മൾ ബോഡി വരുമ്പോഴത്തേക്ക് അവിടെ ബോഡി ഉണ്ടെങ്കിൽ റിപ്പോർട്ട് കാണിക്കാനാണ്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ഇപ്പൊ കറണ്ട് ശരിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് മനസ്സിലായി ആ പോയ ടൈമിൽ കൊന്നിട്ട് നേരെ അവിടെ നിന്ന് റൈലിലോട്ട് ഓടണം. എന്നാൽ മാത്രമേ കാണാതിരിക്കത്തുള്ളൂ. ആകെയുള്ള പോസിബിലിറ്റി അതാണ്. അല്ലെങ്കിൽ പിന്നെ അല്ല ഞാനതാ ശരിയാക്കാനാണ് വന്നത്. അപ്പൊ ആ ഗ്യാപ്പിൽ അതാണ് ഞാൻ ചോദിച്ചത്. നീ അപ്പൊ ബോഡി കണ്ടില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. അണ്ണന്റെ കൂടെ അണ്ണന്റെ മോളിൽ കൂടെ വന്നേ, അണ്ണന്റെ ഒരേപോലെ വന്നേ. അപ്പൊ അണ്ണനെ കണ്ടില്ലേ? അല്ല ഞാൻ എനിക്ക് ശേഷമല്ലേ, 1 സെക്കൻഡ് ശേഷമല്ലേ നീ വന്നത് താഴെ? നീയല്ലേ കറക്റ്റ് മോളിൽ നിന്ന് വന്നത്, മനസ്സിലായി? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പത്തേ നീ എന്റെ 1 സെക്കൻഡ് ലേറ്റ് ആയിട്ടല്ലേ നീ വന്നത്. അപ്പൊ നിനക്ക് എനിക്ക് ശേഷമായിട്ട് നിനക്ക് ബോഡി കണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, കണ്ടില്ല. അല്ല ഇനി ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൊന്നിട്ട് ഇവൻ കൂടെ വന്നാണെന്നൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്.
ഞാൻ ക്യാമറ നോക്കി എടാ അതേപോലെ ഇതിലല്ലേ നീ ടാസ്ക് ചെയ്ത് തീർത്താ സ്കിപ്പ് ചെയ്യണേ ചേട്ടാ അങ്ങോട്ട് ഇനി കുറച്ചുകൂടെ ഉള്ളു ആ എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇത് എത്ര മൂഡേഴ്സിന് ചാച്ചു വലിയ കിടിലം പോസ്റ്റേഴ്സ് ഒന്നും അല്ല, അധികം കില്ലുകളൊന്നും നടക്കുന്നില്ല. ഏതോ പുതു പയ്യന്മാരാണ്, പുതു പയ്യന്മാർ. അതിൽ എനിക്കൊരു സംശയമുണ്ട്. எனக்கும் ஒரு டவுட் இருக்கு കോച്ചാണ് ഈ കളിയിൽ ഒരു മിഷനേ ഉള്ളൂ സ്റ്റോറേജ് പറക്ക് എവിടെ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. അല്ല സുനീനെ. റിയാക്ടറോ ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ അകത്ത് പച്ച വേറെ അല്ല റാസി അല്ല, റാസി ഞാനും പിന്നെ ആരോ കൂടിയാണ് ഇലക്ട്രിക്കല് ശരിയായിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് 3 പേര് ഒരുമിച്ചാണ് മുകളിലോട്ടും വന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ടൈം തോന്നിട്ടില്ല. മറ്റേ ഇത് വന്നപ്പോ അഡ്മിന്റെ അവിടെ ഒരു ഇത് വന്നു, അങ്ങോട്ടാണ് ഞാൻ ഓടിയത്. സെക്യൂരിറ്റിയിലോട്ടാണ് നേരെ വന്നത്. പക്ഷെ അന്നേരം ഓൾറെഡി ബോഡി ഡെഡ് ആയിരുന്നു. അതിനുശേഷം റാസി നേരെ അങ്ങോട്ട് കയറി. അല്ല വാറ്റ നീ അവിടെ നിക്കുകയല്ലായിരുന്ന, വാറ്റല്ലായിരുന്നു അവിടെ വന്നത് സെക്യൂരിറ്റിയില്. ഞാൻ നിന്നിട്ട് ഇപ്പൊ മേലോട്ട് പോയിരുന്നു. അല്ല നീ അപ്പൊ ബോഡി നീ എവിടെ നിക്കായിരുന്നു മറ്റേ കറണ്ട് പോയ സമയത്ത്? എനിക്ക് ഓർമ്മയില്ല. ரெண்டு பேர் மேல டவுட்டா இருக்கு. ഞാൻ എല്ലാം ചെയ്തിട്ട് ഞാൻ സെക്യൂരിറ്റി കയറിയിട്ട് നീ എന്നിട്ട് ഇപ്പൊ അപ്പുറം എഞ്ചിൻ നിൽക്കുവോ ഞാൻ? നീ അന്ന് റിയാക്ടറിലോട്ടൊന്നും അപ്പൊ എന്തിനായിരുന്നു നീ? ഞാൻ റിയാക്ടർ പോയില്ല. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറം ചെല്ലപ്പോ നീ നീ എന്തിനായിരുന്നു? എന്റെ തലക്ക് പിടിക്കണെന്തിന്? ഞാൻ പറയാൻ പറയുമല്ലേ. ഞാൻ മേലോട്ട് ഓടായിരുന്നു. ഞാൻ ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓടായിരുന്നു. ബോബോ എന്തിനു പറയുന്നത്? എടാ ബോബോ ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ, നീ ആ ഇലക്ട്രിക്കലില് നമ്മള് നിന്ന സമയത്ത് നീ മേളിൽ നിന്ന് എങ്ങനെ വന്നത്? റാസിയെ ശ്രദ്ധിച്ചായിരുന്ന? റാസി ഇവൻ മേളിൽ വെന്റിന്റെ അവിടെ നിന്ന് വരുന്ന പോലെ തോന്നിയിരുന്നു ഓൾറെഡി. ഇല്ല ഗുലാൻ അപ്പ ഇല്ലായിരുന്നു, അപ്പം ഗുലാൻ ഇല്ലായിരുന്നു, അപ്പ ഗുലാൻ ഇല്ലായിരുന്നു. ഇലക്ട്രിക് അതിന്റെ മുമ്പ് നീ എവിടെ നിന്നാ മേളിൽ നിന്നാണ് വരുന്നത്? ആ മേളിൽ നിന്നാ വരുന്നത്, വെന്റിന്റെ അവിടെ നിന്ന്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടാ, ഇവൻ വെന്റ് ചെയ്ത് വന്നേന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, വെയിറ്റ് ചെയ്യും. ഞാൻ അവിടെ മറ്റേ കഫറ്റീരിയ ഏരിയ വന്നപ്പോഴാണ് മറ്റേ ഇത് വാർണിംഗിന്റെ ഇത് അടിച്ചത്. ആ സമയത്ത് അഡ്മിൻ റൂമിലോട്ട് ഓടി വരുന്ന സമയത്താണ് ബസർ അടിച്ചത്. ആ ടൈമിൽ ഒരുത്തൻ അവിടെ നിപ്പുണ്ട്, അത് ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. അതിന്റെ അവിടെ അതാരാണ് നിന്ന്? അതായത് അഡ്മിൻ റൂമിന്റെ അകത്ത് അറിഞ്ഞൂടാ. ഞാൻ വേറെ കെവിനെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ രായണ്ണനെ? എന്തോ അല്ല രണ്ടും കൂടെ ഒരുമിച്ച് കൊറേ നേരം കെവിനിപ്പൊക്കെ ചാവുമല്ലേ? കെവിൻ എവിടെ അടിക്കുന്നത്? നല്ല വേദന ഉണ്ട്, കഴുത്ത് പിടിച്ചേക്ക്. ബാബുശേട്ടൻ എങ്ങനെ ബാബുശേട്ടൻ എങ്ങനെ വന്നേ? അല്ല എന്റെ കഴുത്തെടുത്ത് തിരിച്ച് ഞാനിപ്പോ തല വിരിഞ്ഞിരിക്കണേ. ബാബുശേട്ടൻ ബേക്കിലോട്ട് വരും, എന്റെ തല അങ്ങോട്ട്. ഹലോ, ഞാൻ പറയാം, ഈ ബോഡി ഞാൻ പറഞ്ഞുതരാം. മറ്റേ സെക്യൂരിറ്റി ഇലക്ട്രിഷ്യന്റെ അവിടെ വരുന്ന സമയത്ത് റാസി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. റാസിയാണ് ഇത് ചെയ്തത്. ഞാൻ ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് റാൻഡനെ കാണുന്നതിന് മുമ്പ് റാൻഡൻ എന്നെ കണ്ടു. ഇല്ല ഞാൻ കണ്ടില്ല. അല്ല ഞാൻ കണ്ടില്ല.
ലൈറ്റ് ഞാൻ ഓഫ് ആയിരുന്നല്ലോ. അതായത് ഞാൻ കണ്ടത് എപ്പോഴെന്നറിയോ, ഞാൻ വന്നതെന്ന് വെച്ച് ഞാൻ ആ ബോഡി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നിന്റെ പേര് ഞാൻ കണ്ടത്, മനസ്സിലായോ? അതായത് ഇല്ല, 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 ഇല്ല. ബോഡി എവിടെയായിരുന്നു? ഇലക്ട്രിക്കൽ എൻട്രൻസ്. അല്ല ഈ റൗണ്ടിൽ ആരെങ്കിലും രായന്റെ നേരത്തെ വല്ലതും കണ്ടോ? അല്ല റാസി ശരിയാണ്. ഇറങ്ങുമ്പോ രാണ എന്റെ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം കേട്ടോ, റാസിയുടെ കൂടെ ഈ റൗണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്ന? ഞാൻ ഇത്ര നേരം കഫറ്റീരിയൽ ഉണ്ടായിരുന്നു, കോച്ച് ഉണ്ടായിരുന്നു. ലൈറ്റ് പോയപ്പോ നിങ്ങൾ എല്ലാരും കഫറ്റീരിയല് ഞാനിപ്പോ ഉണ്ടല്ലോ. അതായത് ഞാൻ ലോവർ എഞ്ചിന്റെ അവിടെ നിന്ന സമയത്ത് എന്തോ ലൈക്ക് ഇലക്ട്രീഷ്യന്റെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നു, മറ്റേ അവിടുത്തെ എഞ്ചിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എറർ വന്നിട്ട് വിളിച്ചോണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ ഓടി വരുന്നത്. ആ ടൈമില് ഞാൻ ഫസ്റ്റ് കാണുന്ന ലൈക്ക് റാസി അത് ബോഡിയുടെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പോർട്ട് അടിക്കുന്ന സമയത്ത് അവനാണ് റിപ്പോർട്ട് അടിച്ചത്. ആ ടൈമില് ഞാൻ അവിടെ നിൽക്കുക. എറർ കൊടുക്കണ മുമ്പേ റാസിക്ക് ശരിയാണെന്ന് ഡൗട്ട് ഉണ്ടോ? എനിക്ക് സസ് ഉണ്ട് പറഞ്ഞ രണ്ടുപേരും ഒരാളെന്തായാലും കണ്ടിട്ടേ ഇല്ല. ഒരാളായിരിക്കും എന്തായാലും എടുത്തേക്കുന്നത്, അത് ഉറപ്പല്ലേ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഈ റൗണ്ട് കളിയിൽ വല്ലതും ചെയ്യുന്നുണ്ടോ? നിന്നെ ഈ കളിയിൽ കാണുന്നില്ലായിരുന്നു. വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും ഇപ്പം വോട്ട് ഇടാനെന്ന് പറഞ്ഞു. കോച്ച് വോട്ടിട്ട ആർക്ക്? സ്കിപ്പ് അടിച്ച് ஏன்னா எனக்கு 2 பேர் மேல டவுட் உண்டு. அப்ப പറ, അതിനല്ലേ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പൊ പറ 2 പേരാരെന്ന്. 2 பேர், ഒന്ന് നീന്. ഒന്ന് ഞാൻ, ഒന്ന് നീ എന്ന്. மூடேஷும் டவுட் உண்டு. ஏன்னா அவன் தான் கண்ணிலே இல்ல. அவங்க தான் அந்த இடத்துல டெட் பாடி அப்ப அவங்க 2 பேர் தான் பேசிட்டு இருக்காங்க ஓரா. அதுவும் ஸ்கிரிபிள். ഞാൻ എല്ലാ റൗണ്ടിലും കോച്ച് ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എല്ലാ റൗണ്ടിലും ഇങ്ങനെയാണ് ഇല്ലേ നീ ഇതുവരെ വോട്ടിങ്ങില് അടുത്ത റൗണ്ടോട്ട് കോച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. മൂവ് ഉണ്ടായിരിക്കടാ, തമിഴിലെ ഇൻവെസ്റ്റിഗേറ്റ്. കണ്ട നീ കണ്ട ഒന്നും പറയില്ല. ശരിയാണ് സാർ, സമ്മതിച്ചു സാർ. ശരിയാണ് സാർ, ഞാൻ നീ ഇതിനെതിരെയാണ് പറഞ്ഞില്ലേ, ഞാൻ നീ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഓടിയൊക്കെ ഒന്നും പറയില്ലേ? ഞാൻ ചോദിക്കണത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആ സ്ഥലത്ത് 3 പേരും ഉണ്ടായിരുന്നു. ഞാൻ ബോഡി കിടക്കണം കണ്ടിട്ടില്ല, മനസ്സിലായോ? നീ ആണെന്ന് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്തിനും ഞാൻ പറയുന്നത്? നീ ആണെന്ന് നീ ഓൾറെഡി സമ്മതിച്ചിട്ടേ. ബോഡി കിടക്കുന്ന കണ്ടിട്ടില്ല. നീ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നത് അവൻ കണ്ടെത്തിട്ട് നീ അവിടെ ബോഡി കിടക്കുന്ന കണ്ടിട്ടില്ലല്ലേ? ഞാൻ എപ്പോഴേ അവൻ ചെയ്തു. വേറെ ആരാ സ്വന്തത്തെ വിട്ടിട്ട് പുറത്തായിക്കോ. മോഡേഷൻ കൊടുത്തു. ശരിയാണ്
പ്രതികളാണ് ആരോ ഒരാൾ എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചാർന്നു. ഒരൊറ്റ തിരി. ആരാ എന്റെ ഫ്രണ്ടില്? ഇതാണ് ആള്. ഫോളോയിങ് ഉണ്ടല്ലേ? ടാസ്ക് ചെയ്തോർന്ന് ടാസ്ക് ചെയ്യണേ. തീരാത്ത ഒരാളെ ഏർത്തി ഉണ്ട് കേട്ടാ. എനിക്ക് എന്തോ ഇവനാണ് ഡൗട്ട് ഉണ്ട്. ഒരു മൂഡേഷനാ സീരിയസ്. എനിക്ക് ഡൗട്ട് ഉണ്ട്. സെൽഫ് ഡൗട്ട് ഉണ്ട് കേട്ടാ. അങ്ങനെയാണെങ്കിൽ കൊറേ പേര് നോക്കിട്ട് പോയായിരുന്നു. ഇപ്പൊ സെക്യൂരിറ്റി റൂമിൽ എല്ലാരും ഉണ്ടായിരുന്നല്ലോ. തമിഴ് സിഐഡിക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം. ഉത്തരം என்ன பண்ணிட்டு இருந்த நீனு? അതില് ചെയ്ത ടാസ്ക് ഇത്രന്ന് പറയാനാണ് വെച്ചത്. അല്ല നീ പണ്ടേ അറിയാലോ. അല്ല കെവിൻ ഇപ്പൊ അല്ല മൂഡേഷ് ഇപ്പൊ അഡ്മിനിൽ നിന്ന് ഇറങ്ങിട്ട് എങ്ങോട്ടാ പോയെ? അഡ്മിനിൽ നിന്ന് ഇറങ്ങിട്ട് എങ്ങോട്ടാ പോയെ? ഗുലാനുണ്ടോ കളിക്കാൻ? ഗുലാനുണ്ട് ബ്രോ. അഡ്മിന് ഇറങ്ങി നേരെ കഫറ്റീരിയ നീ എത്തിയാണ്. കഫറ്റീരിയയുടെ എവിടെ നീ നിന്നു? ഇല്ല നീ പോയിട്ട് കുറച്ചു നേരം അയാൾ അവിടെ എത്താനുള്ള സമയമൊന്നും ആയില്ല. ഇല്ല 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 ഇപ്പോഴത്തെ പറയുന്നത് ഗുലാനെ അഡ്മിന്റെ അവിടെ കഫറ്റീരിയ അടുത്തടുത്താ. സെക്യൂരിറ്റി ആണ് അവൻ പറഞ്ഞത്. അഡ്മിന്റെ അവിടുന്ന് സെക്യൂരിറ്റി വരണമെങ്കിൽ അവിടെയല്ലേ വരാൻ പറ്റൂ. அததான் இரு ஆ வழியில தான் அவனதான் கோகுவை நான் பாத்துட்டு போனேன். ஓகே அதுக்கு அடுத்து போகும்போது மூடேஷ் மட்டும் லெஃப்ட்ல போனான். അല്ല ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം പറയട്ടെ. സെക്യൂരിറ്റി നീ കഫറ്റീരിയ വരെ പോയി അഡ്മിനിൽ പോയെന്ന് കെവിനെ. ഒരു മിനിറ്റ് രായണ്ണൻ ഇമ്പോസ്റ്റർ ആണെന്നുള്ള നമുക്ക് ഉറപ്പായി. കൊറേ നേരിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു രായണ്ണന്റെ കൂടെ തന്നെ ഇവ കൊറേ നേരിട്ട് നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവൻ ചാവണ്ട ടൈം എപ്പോഴേ കഴിഞ്ഞു. ഇമ്പോസ്റ്റർ അല്ലായിരുന്നെങ്കിൽ ഇവൻ ചാവണ്ട ടൈം കഴിഞ്ഞു. സീരിയസ്ലി നീ പറഞ്ഞാൽ ഇതില്ല കെവിൻ എനിക്ക് പ്രശ്നമുണ്ടേ. നമുക്ക് സ്കിപ്പ് കൊടുത്തിട്ട് അടുത്ത റൗണ്ട് എന്തായാലും ഇത് ഉറപ്പിച്ചു പറയണം. അല്ല അടുത്ത റൗണ്ട് വരും. അടുത്തവനെ വോട്ടിട്ടു. അതിന്റെ കൂടെ ഞാൻ നോക്കിയപ്പോ ലാസ്റ്റില് രായണ്ണൻ ഇവരിട്ടും വോട്ട് കൊടുത്തായിരുന്നു. നീ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ അതിനെ പിടിച്ചത്. വേറെ ഒന്നുമില്ല. കഫറ്റീരിയയുടെ ഏരിയയിൽ ഞാൻ കണ്ടില്ല അവന്. അതാണ് ഞാൻ ചോദിച്ചത് എവിടെയാണ് കഫറ്റീരിയയിൽ എവിടെയാണെന്ന് ചോദിച്ചത്. സെക്യൂരിറ്റി ഇറങ്ങിയ ഉടനെ കഫറ്റീരിയ എത്തിയെന്ന് ആരവൻ ആൾക്കാർക്ക് എനിക്കിനെ സസ്തുണ്ട്. ആരും എത്തായിരുന്നു. കണ്ണാപ്പയാണെന്ന് തോന്നുന്നു. കണ്ണാപ്പ എമർജൻസി മീറ്റിംഗ് ഏതാവത് இருந்தா அது எப்படி கூப்பிடுறது? അടിക്കണോ? അല്ല കോച്ച് അതല്ല അത് കോച്ചന്നെ അടിക്കണം. കോച്ചന്നെ അടിക്കണം. കൊച്ചങ്ങനെ സംസാരിക്കില്ല. കൊച്ച്
ഇവിടെയാണ് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. நானும் பாத்துட்டேன். எனக்கு ஒரு கன்ஃபர்மேஷன் கன்ஃபர்மேஷன் ആമാനും പോയതോ But wait. Let's just stay. Hey. അയ്യോ തപാട്ടല്ലേ സോറി. എടാ എല്ലാരും ജയിച്ച് ஒண்ணு அப்பவே எனக்கு அண்ணா, இவன் நான் சமயத்துக்கு ഞാനാണ് டவுட் வந்துச்சு. ஏதாச்சும் டாஸ்க் இருந்தா போய் பண்ணுன்னு சொன்னா பாரு. அப்பதான் டவுட் வந்துச்சு. ஏன்னா டாஸ்கே இல்ல அப்ப. കോച്ച് ടാസ്ക് ഉണ്ടെങ്കിൽ എന്തിനു പറയുന്ന ടാസ്ക് ഉണ്ടെങ്കിൽ ഇല്ലെന്ന ടാസ്ക് ഉണ്ട് കോച്ച് ഓൾറെഡി. അപ്പൊ അതുകൊണ്ടല്ലേ കളി തീരാത്ത. ടാസ്കേ ഇല്ല അപ്പോഴൊന്നും. നിങ്ങൾ തമിഴ് ബുദ്ധി ഇറക്കല്ലേ. കോച്ചിന് തീർന്നതാണ്, ബാക്കിയുള്ളവർ തീർന്നില്ല. കെവിന് അവിടെ കൺഫേം ആയിട്ട് അത് പിടിച്ചിട്ട് ആര് കോച്ച് ഉങ്ങളുടെ ടാസ്ക് കോച്ച് ഉങ്ങളുടെ ടാസ്ക് മറ്റെന്താ തീർന്നത്. എല്ലാവരുടെ ടാസ്കും തീർന്ന കളി തീരും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് ടാസ്ക് പെട്ടെന്ന് തീർക്കാം. സരക്കണ്ട ഞാൻ വല്ലാണ്ട് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് അടിക്കാൻ പറ്റുമെന്ന് അറിയോ? ടച്ച് നോക്കി ഇങ്ങനെ നിൽക്കും കൊറേ നേരിട്ട് ഞാൻ കൊല്ലണോ വേണ്ടയോ ഇല്ല ആളുണ്ട്. നല്ലവരാണ് തെളിയിക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവും. എപ്പോഴും ചുറ്റും കിടന്ന് ഇങ്ങനെ കൗണ്ടർ സംസാരിക്കാൻ പറ്റൂല. ഇറക്കണ്ട ഉണ്ടെന്ന് എനിക്ക് കൺഫേം ആ. കാരണം ഇതില് സാബോട്ടേജ് ഇല്ലേ, ആര് ചെയ്യുന്നുണ്ട് ഇറക്കണ്ട ചെയ്യുന്നുണ്ട്. സാബോട്ടേജ് ഇത്ര പ്രൊഫഷണൽ വന്നിട്ട് പോയി കൊണ്ടായിരുന്നു. പോയി ഇനി കളിക്കണ